ഹസ്ബൻഡും ചേച്ചിയും തമ്മിൽ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മീഡിയാസി വരുന്നുണ്ട്. എല്ലാം കൈവിട്ടു പോയി, ഇനി ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ അനുഭവിച്ചു പോയ ഒരു ഘട്ടമുണ്ട്. അത് ലോകത്ത് ആർക്കും അറിയില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന വളരെ 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 കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയൂ ഞാൻ കടന്നുപോയ ഒരു അവസ്ഥ എന്താന്ന്. നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിക്കാൻ യോഗം ഉണ്ടേ അനുഭവിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ഞാൻ സന്തോഷങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് മറക്കുമായിരിക്കും, എനിക്ക് കിട്ടിയ വേദനകൾ ഞാൻ മറക്കൂല. ചില കാര്യങ്ങൾ വല്ലാതെ വിഷമിപ്പിക്കും. എന്റെ പേഴ്സണൽ കാര്യമാണ്, എന്റെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ്. നമുക്കറിയില്ല, നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഉറങ്ങാൻ പോലും പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുലർച്ചെ 4 മണി വരെയൊക്കെ ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ. കർമ്മയിൽ ഞാനും വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. എന്തോ ആയിക്കോട്ടെ, കർമ്മയോ എന്തോ ഒന്നും ആണേലും നമ്മൾ ഒരാളെ ദ്രോഹിച്ച് എന്തുണ്ടാക്കിയാലും അത് ശാശ്വത. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇച്ചിരി എനിക്ക് അത്യാവശ്യം അഹങ്കാരമൊക്കെ ഉണ്ട്. ചേച്ചി ഹസ്ബൻഡ് ആയിട്ടുള്ള ഫോട്ടോസ് കാണുന്നില്ല, ഡിലീറ്റ് ആക്കി എന്നൊക്കെ ഒത്തിരി മീഡിയാസിൽ വരുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ചേച്ചിയുടെ ഫിഗർ അടിച്ച് നോക്കിയാൽ ഫസ്റ്റ് വരുന്നത് ഇതാണ്. പരസ്പരം ഫോളോ ചെയ്യുന്നില്ല, എന്താ ഫോട്ടോ ഇട്ടിട്ടില്ല എന്നൊക്കെയാണ് വരുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞ എന്റെ പഴയ പേജ് പോയി, അത് ഹാക്കായി പോയി ആ പേജ്. ഇപ്പോ ഞാൻ ഡിലീറ്റ് ചെയ്ത ഒറ്റയടിക്ക് എന്റെ ഫോളോവേഴ്സ് കുറയില്ലല്ലോ. അപ്പൊ ഇപ്പോഴത്തെ ഫോളോവേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം, 14,000 സംതിങ്ങേ ഉള്ളൂ ഇപ്പോഴത്തെ ആൾക്കാർ. അപ്പൊ ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയപ്പോ എന്റെ പഴയ പേജ് ഹാക്കായിപ്പോ ഞാൻ കുറെ നോക്കി റിക്കവർ ചെയ്യാനായിട്ട്. ബിഗ് ബോസ് കഴിഞ്ഞതോടെ കിട്ടിയ വലിയൊരു സന്തോഷമാണ്. അത് ഉണ്ടായിരുന്ന ഒരു പേജ് ഓടിപ്പോയി. പിന്നെ ഇപ്പൊ പുതിയത് തുടങ്ങിയിട്ട് ഇപ്പൊ നിലവിലുള്ള കുറച്ച് ഫോട്ടോസ് പിന്നെ പുതിയ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ വേറെ ഞാൻ ഒന്നും ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ചേച്ചി ഒരിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫുള്ള് നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും സ്റ്റോറി ആയാലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചേച്ചിയെ കാണാനില്ല. ഇടയ്ക്ക് കാണാൻ വരും, ഒരു സ്റ്റോറി ഇടും, ഒരു ഫോട്ടോ കാണാൻ വല്ലപ്പോഴും ഇടും, പോവും. എന്ത് പറ്റി സത്യത്തിൽ? ഇത് നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ആക്ച്വലി കുറേ ആൾക്കാർ ഞാൻ പൊതുവെ ഇങ്ങനെ കമന്റ്സുകൾ ഇങ്ങനെ നോക്കിയിരിക്കലോ അതിന് റിപ്ലൈ കൊടുക്കുന്ന ഒരാളല്ല. റയറാണ് ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കുന്നത്. പക്ഷെ എന്റെ സുഹൃത്തുക്കൾ ഇത് കണ്ടിട്ട് കുറെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്സരയുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അപ്സരയുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പം ആക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വീഡിയോസും പോസ്റ്റൊക്കെ കണ്ടതായിട്ട്. ആക്ച്വലി എനിക്ക് പറയാനുള്ളത്, ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് വരെ എന്റെ പേജ് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു പേജ് എനിക്ക് ഉണ്ടായി. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ പേജ് ഇല്ല. ഇപ്പോൾ ആ പേജ് പോയി, ഹാക്കായി പോയി ആ പേജ്. സോ ഞാൻ ഇറങ്ങിയതിന് ശേഷം പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തതാ. അപ്പോൾ ഇപ്പം നിലവിൽ എൻ്റെ ഉള്ള കുറച്ച് ഫോട്ടോസ് കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതാ. അപ്പം ആൾക്കാരുടെ വിചാരം എൻ്റെ പഴയ പേജിൽ നിന്ന് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നേന്ന് അങ്ങനെയല്ല. പഴയത് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളത്. ഇപ്പം എൻ്റെ അതിലെ പേജിലെ ഫോളോവേഴ്സ് കണ്ടാൽ തന്നെ അറിയാം, കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 14,000 സംതിങ്ങേ ഉള്ളൂ ഇപ്പോഴത്തെ ഫോളോവേഴ്സ്. അതിപ്പോ തുടങ്ങിയത് റീസെന്റ് ആയിട്ട് തുടങ്ങി. ഞാൻ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് അതിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണതേ ഉള്ളൂ. പിന്നെ ഞാൻ എന്താ അറിയോ, എനിക്ക് അത്യാവശ്യം ഈ കാര്യത്തിൽ ഇച്ചിരി ഇൻട്രോവേർട്ടാണ് ഞാൻ. എനിക്ക് ഇങ്ങനെ ഭയങ്കര റീൽസ് ചെയ്യുക, അതിങ്ങനെ പോസ്റ്റ് ചെയ്യല്, അതിലൊന്നും വലിയ ചിലപ്പോൾ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കാം. അല്ല, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, കാണാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ റീൽസൊക്കെ കാണുക ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഈ കുത്തിയിരുന്നിട്ട് റീൽസ് ചെയ്യുക അത് എനിക്ക് ഭയങ്കര ചമ്മലായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യും. ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കൂടെ ചെയ്യും. ഒറ്റയ്ക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഇഷ്ടമല്ലാത്തതൊന്നുമല്ല. ഞാൻ അതിലേക്ക് വരുമായിരുന്നു. കാരണം ഇപ്പൊ പലയിടത്തും പല മീഡിയസിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ചേച്ചിയുടെ കല്യാണ ഫോട്ടോ കാണുന്നില്ല. ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നില്ല. ഇപ്പം ചേച്ചിയെ സംബന്ധിച്ച് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ മീഡിയാസിൽ വരുന്നുണ്ട്. എന്താ ഇപ്പൊ പറയാന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡും ചേച്ചിയും തമ്മിൽ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മീഡിയാസി വരുന്നുണ്ട്, റിയാക്ഷൻസും വരുന്നുണ്ട്. അപ്പൊ ചേച്ചി അതൊക്കെ കണ്ടായിരുന്നു? സത്യത്തിൽ അതിന്റെ ഒരു വാസ്തവം അറിയാനായിട്ട് കുറെ പേര് ചേച്ചിയുടെ ആരാധകര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചേച്ചിക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ വന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാത്തിനും എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ കൂടി അവരുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാനൊരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഇടപെടാൻ പോവാത്ത ഒരാളാണ് ഞാൻ. തിരിച്ച് ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഒരു മീഡിയ പേഴ്സൺ ആണ്, സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് വെച്ചിട്ട് എൻ്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്കത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത അതിൽ മീഡിയാസിനൊന്നും ഇടപെടാൻ അവകാശമില്ല. ലൈക്ക്
ഇതിപ്പോ എന്താ വെച്ചാല് ഞാനോ എന്റെ ഹസ്ബൻഡോ അങ്ങനെ ഒരു കാര്യം വന്ന് പറയുന്നത് വരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വരെ കുറെ ആൾക്കാർ ഞാൻ കാണുന്നുണ്ട്, വീഡിയോസ് ഇടുന്നു, അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആൾക്കാർ ആർഗ്യൂ ചെയ്യുന്നു. എനിക്കറിയില്ല. ചേച്ചി അതൊക്കെ കണ്ടായിരുന്നല്ലേ? അല്ല, കാണുമല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ കാണുമല്ലോ. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ അധികം സോഷ്യൽ മീഡിയയിൽ വന്ന് വലിച്ച് ഇടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പറയലുണ്ട്, പറയാറൊക്കെ ഉണ്ട്, പക്ഷെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. അത് എത്ര മീഡിയാസ് എന്ന് പറഞ്ഞാലും ഒരാൾക്ക് താല്പര്യമില്ലാതിരിക്കുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ പോലും അറിയാതെ കുറെ ആൾക്കാർ വീഡിയോ ഇങ്ങനെ ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്നിട്ട് തന്നെ ഞാൻ എന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നില്ല. അതൊക്കെ എന്തിനാണ് ഇവർ നോക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്റെ പേജ് എന്റെ ഞാൻ ഇടുന്ന പോസ്റ്റിന് താഴെ വേറെ ആൾക്കാർ കമന്റ് ഇടും. ആ കമന്റ് കണ്ടിട്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ട് വേറെ ആൾക്കാർ വീഡിയോ ഇടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കമന്റ്സ് ഒന്നും അങ്ങനെ നോക്കാത്ത ഒരാളാണ്. ചിലപ്പോൾ റെയർ ആയിട്ടായിരിക്കും നോക്കുന്നത്, റിപ്ലൈ കൊടുക്കുന്നതൊക്കെ. എല്ലാ കമന്റ്സിനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ എന്തിനാണ് വാശി പിടിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പം ഞാൻ അതിനോട് റിയാക്ട് ചെയ്യാനേ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ പേഴ്സണൽ കാര്യമാണ്, എൻ്റെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഞങ്ങൾക്കത് റിവീൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മളെ കൂടി അതിന് യെസ് പറയുമ്പോഴാണല്ലോ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്കത് സംസാരിക്കാൻ താല്പര്യമില്ല.